അല്ലോ, രാവിലെ തന്നെ മഴ പെയ്തല്ലോ. ഞാൻ എങ്ങനെ പുറത്തു പോവും? എന്നിപ്പോ എന്ത് പറഞ്ഞു ഞാൻ പുറത്തു പോവാ? എന്നിങ്ങ വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വരും. ഏ ഇത് ഞാൻ ചുമര് പൊളിച്ച് പകുതിയാക്കിയതുള്ളൂ. ആരതൊക്കെ ഫുള്ള് പൊളിച്ചത്? ഇപ്പച്ചിന്റെ പണിയാവും. ബേബി ഇങ്ങോട്ട് വന്ന് ഇത് കാണുന്നുണ്ട് എന്റെ സങ്കടം. ചുമര് പൊളിക്കാനും ഇല്ല, മഴ ഇട്ട് പുറത്തും പോവാൻ വയ്യ. ഇതിന്റെ സ്നാക്സിന്റെ ബോക്സ് അല്ലേ? ആരവിടെ കൊടുന്ന് വെച്ചിക്കണേ? ഇമ്മ, ഇതിലുണ്ടായ മുട്ടായൊക്കെ എവിടെ? നമുക്ക് മുട്ടായി മേടിക്കാൻ പോവാ. നമുക്ക് പോയൊക്കെ പുറത്ത് എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും മുട്ടായി. ഒന്നും പറഞ്ഞിട്ടേക്കണില്ലല്ലോ. ഇപ്പൊ പുറത്തു പോവാൻ എന്താ ഒരു വഴി? ആകെ പെട്ടു. ഇതാണെങ്കിൽ കുറയുന്നതും കാണാനില്ലല്ലോ. എന്റെ ബേബിക്ക് വയ്യ തോന്നു. ഇമ്മ, എന്റെ ബേബിക്ക് പനിയാണ്, നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയി നോക്കാ. ബേബി നീക്ക് ബേബി. ഇത് വേൽക്കുന്നില്ലല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും പുറത്തു പോവാൻ? എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു ഒപ്പിക്കണം. വെറുതെ വിടാൻ പറ്റൂല. ഇവര് രണ്ടാളും ഇന്നെക്കാളും വലിയ ഉടായ്പമാരാ. ഓർക്കുണ്ടായതല്ലേ ഞാനേ, അപ്പൊ ഞാനും കുറച്ചൊക്കെ ഉടായ്പ പഠിക്കണല്ലോ. എങ്ങനെങ്കിലും പുറത്തു പോകണം. ഒന്ന് സെന്റ് അടിച്ച് നോക്കാം. ഇമ്മ ഒന്ന് പുറത്ത് കൊണ്ടുപോവാ. ഈ നിഷ്കളങ്കമായ മോറ്റുപത് നോക്കാം. പൂച്ചന്റെ കൂടെ പോവാ. കുഞ്ഞേ, എന്റെ കൂടെ കൊണ്ടുപോവോ? കുഞ്ഞെ വേണ്ട. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒരൊത്തുപെരും കിട്ടുന്നില്ലല്ലോ. വീട്ടിലിരിക്കാനാണേ വയ്യ. എങ്ങനെ ഞാൻ ഒരു ദിവസം വീട്ടിൽ കഴിഞ്ഞുകൂടൂ? എന്തായാലും ഇതൊന്ന് എടുത്തു നോക്കാം. ചിലപ്പം കിട്ടിയാലാ. ലോട്ടറി എങ്കിൽ ലോട്ടറി. ഇതിൽ കിട്ടിയാലോ? കാറ് കിട്ടിയ അമ്മക്ക് ഇനി പോവാലോ, എന്നും വണ്ടിയിൽ പോവാലോ. മഴ ഒന്നും പ്രശ്നമില്ല. വായിച്ചു നോക്കട്ടെ. ഇമ്മച്ചൊന്ന് വായിച്ചറ്റിക്ക. ഇക്ക എഴുതാനും അറിയില്ല, വായിക്കാനും അറിയില്ല. നിങ്ങളാണെങ്കിലോ അറിഞ്ഞവരിട്ട് വായിക്കൂല്ല, എഴുതൂല. എന്തിനാണെങ്കിലും ഒന്നുമില്ലല്ലോ. ഇപ്പം എന്താ ചെയ്യാ? എന്നാലും താത്തിറങ്ങിയിട്ട് കുറച്ച് പെയിൻ്റൊക്കെ പൊളിച്ചെടുക്കാം. എട്ടുകാലിയാ? ഒന്ന് എട്ടുകാലി വീണേ. ഇവനിപ്പ തല്ലിക്കൊല്ലണം. പാടുന്നേ ഇപ്പൊ ശരിയാക്കി തരാട്ടാനെ. പാടുന്നേ ഞാൻ ചെരുപ്പങ്ങോട്ട് എടുക്കൂ. പറഞ്ഞ കേക്കൂലല്ലേ? ഇപ്പൊ ശരിയാക്കി തരാട്ടാ. വരുന്നേ. എന്നാടാ അവന്റെ കളി? കാണിച്ചു തരാം ഞാൻ എന്നെട്ടാ. ഇത് കിടക്കണ്ട. ആർക്കും വയ്യരിനെ കൊണ്ടുപോവാന്. അത് വരുന്നോക്കട്ടെ. ഇതിലല്ലല്ലേ എടുക്കുക. ഞാൻ മറന്നു പോയതാണ്. എനിക്ക് ദേശം വന്നപ്പോ ഞാൻ ആകെ പ്രാന്ത് പിടിച്ച്. സ്റ്റിക്കേഴ്സ് ഇല്ലല്ലോ വയ്ക്കാൻ, അതുകൊണ്ടാണ് ഇങ്ങനെ കസാലയിൽ ഇരിക്കാം. ഇത് പുതിയ ടൈപ്പാ തോന്നുന്നുണ്ട് കസാല. ഇവനല്ലേ ഞാൻ നേരത്തെ തല്ലിക്കൊന്നത്? ഇവൻ ഇപ്പോഴും പോയില്ലേ? ഇത് എട്ടുകാലല്ലേ എന്നാ വെക്കുക. ഈ കസാലയിൽ ഇരിക്കാനൊരു സുഖമില്ലല്ലോ. ഇതെന്താ ഇങ്ങനെ? ഈ കസാലം ഇരിക്കാനൊരു സുഖവും ചേട്ടാ. ഇപ്പച്ചിയെ, നമുക്ക് ഈ കസാല മാറ്റണട്ടാ. അതൊരു സുഖമില്ല. റംബൂത്താൻ വീണിക്കണ. മഴ പെയ്തപ്പോ റംബൂത്താനൊക്കെ വീണിക്കണോ? നല്ല പഴുത്തിപ്പൊന്നല്ല. ചോത്താലേ നല്ല രസം ഉണ്ടാവുള്ളൂ. സാരല്ല, നമുക്ക് ഇത് വെച്ച് അഡ്ജസ്റ്റ് ആയാ. ഇതിനോ നല്ല ടേസ്റ്റൊക്കെ തന്നെയുണ്ട് കേട്ടോ. ചോത്ത് കഴിഞ്ഞാലാണ് ഇതിന്റെ ശരിക്കുള്ള ടേസ്റ്റ്. എനിക്ക് കൊതിയിട്ട് വാരി വെള്ളം വന്നിക്കണ്. ഉമ്മച്ചി ഒന്ന് വേഗം പൊളിച്ചേരും. ആർക്കും കൊടുക്കല്ലിട്ടാ, എനിക്കെന്നെ വേണം. ഒറ്റൊന്നും ഞാൻ ആർക്കും തരൂല. ഇക്കും എൻ്റെ ബേബിക്കും മാത്രമാണ്. ബേബി ഇങ്ങോട്ട് വാ. ബേബിക്ക് തരട്ടോ റംബുട്ടാനെ. ബേബി ഇങ്ങോട്ട് വാ.
ബേബി ഇങ്ങോട്ട് വരുന്നില്ലേ? എന്നാ ഞാൻ അങ്ങനെ തന്നെ വരാം. ഈ ഇമ്മച്ചി ഞാൻ തന്നെ നടത്തിക്കൂല്ലേ ജി? ഇങ്ങോട്ട് വാ, ഞാൻ എടുത്ത് കൊണ്ടുവരാം. ആ അതൊക്കെ പൊളിച്ച് വെച്ചിക്കണേ. ബേബി തിന്നോ? വേഗം തിന്നടാ. മം ഗുഡ് ഗേൾ, നല്ല കുട്ടിയായിട്ട് തിന്നിട്ടോ. വേഗം തിന്നൂടെ, വേഗം ഇറക്കിട്ടോ. ഇത് മെച്ചിക്കേ. ആ നല്ല രസമുണ്ട് കേട്ടോ. എന്താ ഇവിടെ ചവർപ്പ്? ഇന്ന് മേടിക്കണോ മരുത്തുമെന്ന്? എന്നാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ആ ബിസ്മില്ല മറന്നിക്കണ ഇട്ട ഞാനേ. എന്നെ ബേബി കൂടെ ഒരു ബിസ്മി ചൊല്ലട്ടെ. ഒന്നുകൂടി ചോദിച്ചോക്കാം പുറത്ത് കൊണ്ടുപോന്ന്. ഇമ്മ ഈ റംബൂട്ടാൻ തന്നാൽ ഇങ്ങനെ പുറത്ത് കൊണ്ടുപോവോ? മഴയൊക്കെ മാറിയില്ലേ, ഒന്ന് കൊണ്ടുപോവോ? ഇപ്പച്ചിനോടൊന്ന് പറഞ്ഞോക്കി, ചിലപ്പോ കൊണ്ടോ ഒന്ന് പറഞ്ഞോക്കി. ആ പിന്നെ ഒന്നും കൊണ്ടോണിയ. ഗായ്സ്, അപ്പൊ ഇന്നത്തെ ദിവസം മൂഞ്ചി. ഞാൻ എങ്ങത്തേലും ഇറങ്ങിപ്പോട്ട്. നമുക്ക് അടുത്ത വീഡിയോ കാണാം.